കൂടി. പക്ഷെ ഞാനത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ വീടിന്റെ മുമ്പിലേക്ക് എൻ്റെ മൂത്തമ്മ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടെയും കുറച്ച് നേരം നിന്നു. അപ്പൊ ഇവന് കൺഫ്യൂസ്ഡ് ആവും, എൻ്റെ വീട് ഏതാണെന്ന് അവൻ അറിയില്ല. അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, ഗെറ്റ് ലോസ്റ്റ് മെൻ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങാണോ എൻ്റെ ചെറിയ മോനും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മമ്മീന്ന് വിളിച്ചാൽ അവൻ അറിയും ഇതാണ് വീടെന്ന്. ഗെറ്റ് ലോസ്റ്റ് മെൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ നീ തെറി വിളിച്ചോ എന്ന് ചോദിച്ചിട്ട് അവൻ ഈ ബൈക്ക് അവിടെ വെച്ചിട്ട്, അവനെ കണ്ടു കഴിഞ്ഞാൽ ഭയാനകമായ ഒരു പയ്യനാണ്, കറച്ചിട്ട് ഒരു അസ്ഥികൂടമായ ഒരു ഡ്രഗ് അഡിക്റ്റ് എങ്ങനെയായിരിക്കും. എൻ്റെ മെയ്ഡിന്റെ പുറകെ ശല്യം ചെയ്തെന്ന് അവളുടെ അമ്മ വന്ന് എന്നോട് പറഞ്ഞപ്പോഴാണ് എന്താടാന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ, അവൻ എൻ്റെ അടുത്ത് അടിക്കാൻ വരുന്നത് പോലെ. ഒരു അരമണിക്കൂറായി നാടകം അവിടെ നടക്കുകയാണ്. അവിടെയുള്ള എല്ലാ ആളുകളും നോക്കിയിരിക്കുകയാണ്. അവൻ എന്നെ പോക്കറ്റിൽ നിന്നും കത്തിയെടുത്തിട്ട് എന്തോ ഒരു സാധനമാണ് ഇങ്ങനെ കുത്താനായിട്ട് ഓടി വന്നു. എൻ്റെ ഒരു 5-10 സ്റ്റെപ്പേ ഉള്ളൂ അവൻ ഓടി ഇങ്ങോട്ട് വരാനായിട്ട്. ഞാൻ ആ സ്ഥലത്ത് എൻ്റെ കയ്യിലൊരു ചെറിയ കത്തിയുണ്ട്. ഞാൻ പേരയ്ക്ക കട്ട് ചെയ്തുകൊണ്ട് നിന്നെയായിരുന്നു ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ. അപ്പോഴാണ് ഈ അമ്മ വന്ന് പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ അന്ന് തണുപ്പൊരു സമയമായതുകൊണ്ട് എൻ്റെ കയ്യിലൊരു പന്ന കത്തിയുണ്ട്. പക്ഷെ അത് ഞാൻ പുറകോട്ട് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മൂത്ത മോൻ മമ്മീ എന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അവനോടി എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോഴേ ഞാൻ അപ്രത്യക്ഷമായ ഒരു അനുഭവം എനിക്കുണ്ടായി. ഈ ട്രാൻസിൽ പോകുന്നത് പോലെ അവൻ എന്നെ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു ഡിസ്റ്റൻസ് പുറകോട്ട് പോയിട്ട് എന്തൊക്കെയോ ബാഡ് വേർഡ്സ് പറഞ്ഞിട്ട് അവന് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴേ എൻ്റെ അടുത്തുള്ള ആ കടയിലുള്ള ആന്റി ഓടി, ആരോ പോയി പറഞ്ഞിട്ട് ആന്റി ഓടി വന്ന്, എടാ എവിടെ വാടാന്ന് പറഞ്ഞിട്ട് അവനെ, അപ്പോഴാണ് ഒരു വലിയ ജനക്കൂട്ടം അവിടെ നിൽക്കുന്ന ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. അവൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ഇമ്മീഡിയറ്റ്ലി പട്ടികൾ ഇങ്ങനെ ഓടി വന്നിട്ട് എന്ന് പറഞ്ഞ് പോകുന്ന പോലെ അവൻ ഇങ്ങനെ പോകുന്നതാണ് ഞാൻ കാണുന്നത്. അന്ന് ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ മുഖാമുഖമായി ഈ